ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ SCERT ക്വസ്റ്റ്യൻ ബോളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ആദ്യം തന്നെ താഴെ ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. ഇവ ഉൾപ്പെടുന്ന ബ്ലോക്ക്, പീരിയഡ്, ഗ്രൂപ്പ് എന്നിവ കണ്ടെത്തുക. ബ്ലോക്ക് കണ്ടുപിടിക്കണം, പീരിയഡ് കണ്ടുപിടിക്കണം, ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ. എനിക്കറിയാം പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് നമുക്ക് ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വരുന്ന ആൻസർ എന്താണ്? ഇതാണ് കേട്ടോ. ബ്ലോക്ക് ചോദിക്കുകയാണെങ്കിൽ D ആണ്, പീരിയഡ് ചോദിക്കുകയാണെങ്കിൽ 4 ആണ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ 5 ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയെന്നുള്ളത് നോക്കാം. ഓക്കെ, അറിയാത്ത ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ അടുത്ത് പറയാണ് 1s2 എന്ന് കൊടുത്തിട്ട് അതിൽ നിന്ന് പീരിയഡ്, ബ്ലോക്ക്, ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഈ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ എഴുതിയേക്കുന്ന ആളായിരിക്കും കേട്ടോ. ഇവിടെ 1 ആണ്. ബ്ലോക്ക് എന്ന് ചോദിക്കുമ്പോൾ, ബ്ലോക്ക് എന്ന് പറയുമ്പോൾ സാധാരണ S ബ്ലോക്ക്, SPDF എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് നമ്മുടെ ബ്ലോക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഏതാ? S ആണ്. ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ എഴുതിയേക്കുന്ന പവർ പോലെ എഴുതിയേക്കുന്ന ആളുണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഗ്രൂപ്പായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇത് എസിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. എസിൻ്റെ കേസിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് മുകളിലത്തെ പവറായിട്ട് എഴുതി കണ്ടുപിടിക്കുന്നത്. അതേപോലെയുള്ള ബാക്കിയുള്ള ആൾക്കാരും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. ഇനി ശ്രദ്ധിക്കുക, അടുത്ത് നോക്കാം. 1s2, 2s2, 2p3 ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ തന്നെ നമ്മൾ പീരീഡ് കണ്ടുപിടിക്കാൻ പോവാം. പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ വരുന്ന പീരീഡ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1, 2, 2 ഇങ്ങനെ 3 എണ്ണം കൊടുത്തിട്ടുണ്ടല്ലോ. അതിലത്തെ ഏറ്റവും വലുത് എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 2 ആണ് ഏറ്റവും വലുത്, അതെടുത്ത് എഴുതി. ബ്ലോക്ക് ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആൾ ഇതാരാ? P ആണ്. അപ്പോൾ ഞാനിവിടെ P എന്ന് എഴുതി കേട്ടോ. ബ്ലോക്ക് P ആണ്. ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ ഏതാ? ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ ഈ Pക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ S പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? മുകളിലത്തെ പവർ മാത്രം എടുത്തങ്ങ് എഴുതിയാൽ മതി. പക്ഷെ Pയുടെ കേസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ മുകളിലത്തെ പവറിൻ്റെ ഒപ്പം ഒരു 12 കൂടെ കൂട്ടണം. ഓക്കെ, ഒരു 12 കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ എഴുതാൻ. അതെന്താ റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. Pയുടെ ചോദിക്കുകയാണെങ്കിൽ 12 പ്ലസ് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ പവർ കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ ഓക്കെ ആണല്ലോ. S ആണെങ്കിൽ വെറുതെ പവർ, P ആണെങ്കിൽ 12 പ്ലസ് മുകളിൽ കൊടുത്തേക്കുന്ന പവർ. ഇനി നമുക്ക് ഇതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി വർക്കൗട്ട് ചെയ്യാം. 4s2, 3d2 ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. നമ്മളെങ്ങനെയാണ് പീരീഡ് കണ്ടുപിടിക്കുന്നത്? വേഗം പറഞ്ഞേ, പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ വരുന്ന ആൻസർ 4 ആണ്. 3 എഴുതി വയ്ക്കരുത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, കൊടുത്തിട്ടുള്ള 2 ആൾക്കാരിലെ വലുത് വേണം എഴുതി വയ്ക്കാൻ. അപ്പം 4 ആണ് വരുന്നത്. പിന്നെ ബ്ലോക്ക് എന്താ? ഏത് ബ്ലോക്കാ? D ബ്ലോക്കാണ്. പിന്നെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ എസിലാണെങ്കിൽ നമ്മൾ മുകളിലത്തെ പവർ എഴുതി, P ആണെങ്കിൽ 12 പ്ലസ് മുകളിലത്തെ പവർ എഴുതി. ഇനി വന്നിട്ടുള്ള D ബ്ലോക്കിൻ്റെ ആണ്. അപ്പോൾ D ബ്ലോക്കിൻ്റെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ D ബ്ലോക്കിൻ്റെ പവറും തൊട്ടടുത്തുള്ള ആളുടെ പവറും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഗ്രൂപ്പ് എഴുതാൻ. അതായത് ഇവിടെ വരുന്നത് 2 പ്ലസ് ഏതാ? 2 അല്ലേ? 2 പ്ലസ് 2 ഗ്രൂപ്പ് ഏതാണ്? 4 ആയിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ S ആണെങ്കിൽ പവർ വെറുതെ എഴുതി വയ്ക്കുക, P ആണെങ്കിൽ 12ൻ്റെ ഒപ്പം മുകളിലത്തെ പവർ ആഡ് ചെയ്ത് വയ്ക്കുക, D ആണെങ്കിൽ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള ആളുടെ പവറും കൂടെ ആഡ് ചെയ്ത് വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കോളൂ, നമ്മൾ ആദ്യം ബ്ലോക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം SPDF എന്നൊക്കെ പറയുന്നതാണ് ബ്ലോക്ക്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള D ആണ്. നമ്മൾ വേഗം ഇവിടെ D എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പീരീഡ് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പീരിയഡ് ഈ കൊടുത്തിട്ടുള്ള താഴെ എഴുതിയിട്ടുള്ള ആൾക്കാരിലെ ഏറ്റവും വലിയ ആൾ ആരാ? 4 ആണ്. അപ്പോൾ നമ്മൾ പീരിയഡ് 4 എഴുതി. ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം D ബ്ലോക്കാണ്. D ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ Dയിലത്തെ ആളും അതിന് തൊട്ട് മുമ്പത്തെ ആളുടെയും പവർ തമ്മിൽ കൂട്ടിയിട്ട് എഴുതും അല്ലേ? അപ്പോൾ എത്ര വരും? 2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 5 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തിയത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം ഓക്കെ ആയെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്തതിലേക്ക് വരാം. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പീരിയോഡിക് ടേബിൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് 7 പീരിയഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പീരിയഡ്സ് എത്ര ഉണ്ട്? 7 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇങ്ങനെ എണ്ണുന്നതാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത് കേട്ടോ. റോ വൈസ് എണ്ണുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട്. അപ്പം തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആലോചിച്ചോളൂ. നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് 7 പീരീഡ് ഉണ്ടാവാറുണ്ടെന്നുള്ള രീതിയിൽ ഓർക്കുക.
അതേപോലെ തന്നെ ഇങ്ങനെ എടുക്കുന്നതിനെയാണ്, കുത്തനെ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇരിക്കുന്നതിനെയാണ് പി എന്ന് പറയുന്നത്. ഇതാണ് ഡി ബ്ലോക്ക്, ഇതാണ് എഫ് ബ്ലോക്ക്. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ എസ്, പി, ഡി, എഫ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കേട്ടോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഫസ്റ്റ്, ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. ശരിയാണോ? കറക്റ്റാണ്. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2n² ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കെ, എൽ, എം എന്നൊക്കെ പറഞ്ഞ ഷെൽസ് ഉണ്ട്. അപ്പോൾ കെയിൽ എത്ര ഇലക്ട്രോണിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ഇവിടെ കെ എന്ന് പറഞ്ഞാൽ 1 ഫസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ n എത്രയാവും? 1 ആവും. 2 × 1² എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എല്ലിലാണെങ്കിൽ എത്ര കിട്ടും? എൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഇത് രണ്ടാമത്തെ അല്ലേ? അപ്പോൾ എൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4, 4 × 2 8. എം ആണെങ്കിൽ എത്ര വരും? എൻ്റെ വാല്യൂ 3 ആണ്. 3² 9 × 2 18 വരും. എൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് 32 എന്നും പറഞ്ഞ് കിട്ടും. അപ്പോൾ ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 2n² ആണ്. അടുത്ത് നോക്കാം. ഒരു സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. ശരിയാണോ? അല്ല. എന്താ നമ്മുടെ സബ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ്, പി, ഡി, എഫ് എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ സബ് ഷെൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ നമ്മൾ എസ്സിനെ ഇങ്ങനെ ഒരു കട്ടയായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് മാക്സിമം 2 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. പി ആണെങ്കിൽ പിന്നകത്ത് ഇങ്ങനെ 3 കട്ടയുണ്ട്. എന്താണ് ഈ കട്ട എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ പിന്നകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന എത്ര? ഒരെണ്ണത്തിനകത്ത് നമുക്ക് 2 എണ്ണം. അപ്പോൾ അതേപോലെ തന്നെ 3 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ എത്ര? 6 കിട്ടും. ഡീനകത്താണെങ്കിൽ എല്ലാം ഓഡ് നമ്പേഴ്സ് ആണെന്ന് ആലോചിക്കുക കേട്ടോ. ഇവിടെ എസ് ആണെങ്കിൽ 1, പി ആണെങ്കിൽ 3, പിന്നെ ഡി ആണെങ്കിൽ 5. അപ്പോൾ 1, 2, 3, 4, 5. 5 എണ്ണം ഉണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺസ് പറ്റും? ഇരട്ടി എടുക്കുക. 10 കിട്ടും. ഇതിൻ്റെ ആണെങ്കിൽ 14 കിട്ടും. അപ്പോൾ നമുക്ക് ഒരു സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം സബ് ഷെൽ എന്ന് പറഞ്ഞാൽ എസ്, പി, ഡി, എഫ് എന്ന് പറയുന്നതാണ്. അത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം. ഇപ്പോൾ എഫ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 14, ഡിയുടെ ആണെങ്കിൽ 10. അല്ലാണ്ട് നമുക്ക് ജനറലായിട്ട് 2 എന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, അപ്പോൾ ഈ 2 കണ്ടോ, ഇതിനകത്ത് 2 എണ്ണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈ സംഭവം, ഈ ഒരു ചെറിയൊരു കട്ടേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനെ പറയുന്നതാണ് ഓർബിറ്റൽ. അപ്പോൾ ഓർബിറ്റലും സബ് ഷെല്ലും സെയിം അല്ല കേട്ടോ. ഒരു സബ് ഷെല്ലിനകത്ത് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ പി എന്ന് പറയുന്നത് സബ് ഷെല്ലാണ്. അപ്പോൾ അതിനകത്ത് കണ്ടോ 1, 2, 3 ഓർബിറ്റൽ ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓർബിറ്റലിനകത്ത് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 2 ആണ് ഒരു ഓർബിറ്റലിനകത്ത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രസ്താവനയിലേക്ക് കയറാം. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14. ശരിയാണോ? അല്ല. നമ്മളിപ്പോൾ പഠിച്ചു, ഇതാണ് ഒരു ഓർബിറ്റൽ, ഇത് അടുത്ത ഓർബിറ്റൽ, ഇത് മൊത്തത്തിലാണ് നമ്മൾ പറയുന്നത് എന്ത്? സബ് ഷെൽ അല്ലേ? അപ്പോൾ ഇതെന്തായാലും 14 അല്ല, 2 എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതും തെറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സബ് ഷെൽ പഠിച്ചു. എസ്, പി, ഡി, എഫ് എന്നൊക്കെ പറയുന്നതാണ് സബ് ഷെൽ. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ സബ് ഷെല്ലിനകത്തുള്ള ഒരു ചെറിയൊരു കട്ട എന്നുള്ളത് ജസ്റ്റ് ഓർത്താൽ മതി. അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 2, എഫ് ഓർബിറ്റലിൽ ചോദിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 14, എസിൻ്റെ ആണെങ്കിൽ 2, പിയുടെ ആണെങ്കിൽ 6, അങ്ങനെ വേരി ചെയ്യും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. സബ് ഷെൽ ഇലക്ട്രോൺ പൂരണത്തിൻ്റെ ശരിയായിട്ടുള്ള ക്രമം എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് എഴുതണമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ 1s, 2s, 3s അങ്ങനെ താഴ്ത്തേക്ക് അങ്ങനെ എഴുതി പോവാം. പിന്നെ പി വരുമ്പോൾ നമ്മൾ 2ൻ്റെ അവിടെ നിന്ന് വേണം പി തുടങ്ങാം കേട്ടോ. പി ഇവിടെ എഴുതി ഇതേപോലെ തന്നെ താഴ്ത്തേക്ക് പോവുക. ഡി ആണെങ്കിൽ 3യുടെ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ എഫ് ആണെങ്കിൽ 4ൻ്റെ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു സാധനം കിട്ടങ്ങ് പോയാൽ മതി. ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മുടെ ഇത് സബ് ഷെല്ല് ഫില്ലാവുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം 1s ഫില്ലാവും, പിന്നെ ഏതാ 2s ഫില്ലാവും,
പിന്നെ ഏതാ 2p ഫില്ലാവും, 3s 3p 4s. ബൈഹാർട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം, അതോ മനസ്സിലാക്കി പഠിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? ഓർഡർ വെച്ചിട്ട് ഇതാണ് വരുന്നത് അല്ലേ. 1s 2s 2p കണ്ടോ, 1s 2s പിന്നെ ഏതാ 2p ആണ്, പിന്നെ 3s പിന്നെ 3p പിന്നെ 4s. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദി ഫോളോയിങ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എസ് ബ്ലോക്ക്. എസ് ബ്ലോക്കിനകത്ത് ഇതിനകത്ത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് നമ്മുടെ കറക്റ്റായിട്ട് വരുന്നത്? നമുക്കറിയാം എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം കൂടിയിട്ടുള്ളതാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ലോഹങ്ങളുടെ സ്വഭാവമായിരിക്കും കൂടുതൽ കാണിക്കുന്നത് അല്ലേ, നമുക്കതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ക്രിയാശീലം കൂടിയിട്ടുള്ള ലോഹങ്ങളാണ് നമ്മുടെ എസ് ബ്ലോക്കുമായിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഏത് ആൻസറിലേക്ക് എത്തുന്നത്? അയണീകരണ ഊർജ്ജം കുറവ് കേട്ടോ. അയണീകരണ ഊർജ്ജം കുറവാണ് എസ് ബ്ലോക്കിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ചെറിയൊരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അറിയാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാര്യം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ നിൽക്കുന്ന 2 ആൾക്കാരുണ്ടല്ലോ, 2 ഗ്രൂപ്പ്, ഇത് ഗ്രൂപ്പ് 1 ഇത് ഗ്രൂപ്പ് 2, കുത്തിനെയുള്ളതാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ എസ് കഴിഞ്ഞിട്ട് പി വരുന്നത് ഇവിടെയാണ്, ഇതാണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18 ആണ്. ഓക്കെ ആണല്ലോ. പിന്നെയുള്ളത് ഡി ആണ്. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ട് ഈ നീല കളർ തൊട്ട് ഇവിടെ വരെ, അതായത് ഗ്രൂപ്പ് 3 ടു ഗ്രൂപ്പ് 12 ആണ് ഡി ബ്ലോക്ക്. എഫ് ബ്ലോക്കിൽ വരുന്ന ആൾക്കാരാണ് ലാന്തനൈഡും ആക്ടിനൈഡും. ഇതാണ് നമ്മുടെ എഫ് ബ്ലോക്ക്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മളോട് ചോദിച്ചേക്കണം എന്താണ്? ക്രിയാശീലം കൂടിയിട്ടുള്ള മെറ്റൽസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എസ് ബ്ലോക്ക്. നമുക്കറിയാം ഈ എസ് ബ്ലോക്കിൻ്റെ അവിടെ വരുമ്പോൾ അത് കൂടുതൽ അവിടെയുള്ള മെറ്റൽസ് ആണ്, ഇനി അതായത് ലോഹങ്ങളാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന അനുസരിച്ചിട്ട്, അതായത് എസ് സിന്ന് പിയിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് പിയിലെത്തി കഴിയുമ്പോഴേക്കും അവിടെ കൂടുതൽ നോൺ മെറ്റൽസ് ആയിരിക്കും, അതായത് അലോഹങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാവുന്നത് പി ബ്ലോക്കിനകത്ത്. അപ്പോൾ ഇവിടെ മെറ്റൽസ്, ഇവിടെ ലോഹങ്ങൾ, ഇവിടെ അലോഹങ്ങൾ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്. ലോഹങ്ങളുടെ സ്വഭാവം മാറിയിട്ട് അലോഹങ്ങളായിട്ട് മാറുകയല്ലേ. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ഗ്രൂപ്പ് 3 ടു ഗ്രൂപ്പ് 12 ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെ ഉള്ളതാണ് ലാന്തനൈഡും ആക്ടിനൈഡും. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. അത് എഫ് ബ്ലോക്കിലെ ആൾക്കാരാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് എടുക്കാം. ഈ ഒരു ഗ്രൂപ്പിനകത്തുള്ള അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? ഇപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ കേസ് നമുക്ക് ലിഥിയം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതും? 2,1 എന്ന് പറഞ്ഞിട്ട് എഴുതി. സോഡിയം ആണെങ്കിൽ എങ്ങനെ എഴുതും? 11 ആണ്. 2,8,1 അല്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെ അവസാനം ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ഒറ്റ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ, ഗ്രൂപ്പ് 1ലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിനെ എങ്ങനെയെങ്കിലും ഒന്ന് കളയാൻ ശ്രമിക്കും. ഈ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് പിന്നെ ഒക്ടറ്റ് കോൺഫിഗറേഷനിൽ നിൽക്കും, സ്റ്റേബിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഒറ്റ ഇലക്ട്രോണിനെ കളഞ്ഞാൽ മതി, അപ്പോൾ അത് ഒക്ടറ്റ് കോൺഫിഗറേഷനായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ഗ്രൂപ്പിലുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും? അവർ ഇലക്ട്രോണെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും അവർ സ്റ്റേബിൾ ആവുന്ന, അല്ലെങ്കിൽ ഒക്ടറ്റ് കോൺഫിഗറേഷൻ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഇലക്ട്രോണെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്താ പറ്റുന്നത്? ഇലക്ട്രോണെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് പറ്റും? അതിനകത്തുള്ള ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അതിനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് ഇലക്ട്രോ പോസിറ്റീവായിട്ട് മാറും. ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ പിന്നെ പോസിറ്റീവായിട്ടല്ലേ മാറുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും എന്ന് ആലോചിക്കുക. ഇനി പി ബ്ലോക്കിലേക്ക് വരുന്ന അനുസരിച്ചിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റും? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്രൂപ്പ് 17 തന്നെ എടുത്തു എന്ന് വിചാരിച്ചുള്ളൂ. ഗ്രൂപ്പ് 17 വരുന്നതാണ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എല്ലാതും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫ്ലോറിൻ ആണെങ്കിൽ 2,9 അല്ലേ കൊടുത്തിട്ടുള്ളത്, 2,7 ആണ്. അപ്പോൾ ഇതിന് ഈ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർക്ക് ഒരൊറ്റ ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 8 ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ഇലക്ട്രോണിനെ എങ്ങനെയെങ്കിലും സ്വീകരിക്കാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഇലക്ട്രോണ് പോവാൻ പറയുന്ന ആൾക്കാരായിരിക്കും. അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. കാരണം അവർ ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് കൂടുമല്ലോ. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ്
അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൾപ്പി എന്നുള്ളത് നോക്കാം. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലത്തെ കേസ് നമുക്ക് എടുക്കാം. എസ് ബ്ലോക്കിൽ നമുക്ക് നോക്കാം. ഇവിടെ ഒറ്റ ഇലക്ട്രോൺ ആണ് ഉള്ളത് അല്ലേ. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിനെ ഇവിടെ നിന്ന് ഫ്രീ ആക്കണം. ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ എങ്ങനെയെങ്കിലും ഫ്രീ ആക്കണം. അതിനു വേണ്ടി കൊടുക്കുന്ന എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് എനർജി കൊടുത്താൽ പോരെ, കാരണം ഒരു ഇലക്ട്രോണല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എസ് ബ്ലോക്കിൽ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണീകരണ ഊർജ്ജം കുറവ് മതി. പി ബ്ലോക്കിലേക്ക് പോകുന്ന അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് നോക്കാം. പി ബ്ലോക്കിൽ എത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഗ്രൂപ്പ് 13 എങ്ങനെ എഴുതുന്നത്, 2,8,3 എന്ന് എഴുതി. ഗ്രൂപ്പ് 14 ആണെങ്കിൽ 2,8,4. ഗ്രൂപ്പ് 15 ആണെങ്കിൽ 2,8,5 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിനകത്തുള്ള ഷെൽസിൻ്റെ എണ്ണം സെയിം ആണ്. 1 2 3 1 2 3 1 2 3 ഷെൽസിൻ്റെ എണ്ണം സെയിം ആണ്. പക്ഷേ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടി വരികയാണ് അല്ലേ. പി ബ്ലോക്കിനകത്താണെങ്കിൽ ഇങ്ങനെ പോകണ അനുസരിച്ചിട്ട് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്ന അനുസരിച്ചിട്ട് എന്താ പറ്റുക, നമ്മുടെ ന്യൂക്ലിയസും അതേപോലെ തന്നെ ഇപ്പം 5 ഇലക്ട്രോണാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ 5 ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കരമായിട്ട്, കാരണം കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കൂടുതൽ അട്രാക്ഷൻ നടക്കില്ലേ ന്യൂക്ലിയസ് ആയിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഇലക്ട്രോൺസ് കൂടുന്ന അനുസരിച്ചിട്ട് ഈ 5 ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഭയങ്കര ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ സൈസിന് എന്ത് പറ്റും, സൈസ് കുറയും. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങോട്ട് പോകുന്ന അനുസരിച്ചിട്ട് സൈസ് കുറയാനുള്ള റീസൺ ആണ് ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ചിട്ട് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും, പക്ഷേ ഷെൽസ് സെയിം ആയിരിക്കും എന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 4, ഇവിടെ 3. അപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ നടക്കുന്നത് ഈ ഒരു കേസിലായിരിക്കും. കാരണം 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 5 പ്രോട്ടോൺ നമ്മുടെ ഇതിനകത്തുണ്ട്, ന്യൂക്ലിയസിനകത്തുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഭയങ്കര ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് അല്ലേ ചെറിയൊരു സൈസായിട്ട് മാറും. ഭയങ്കര അട്രാക്ഷൻ കൂടുതലല്ല, അപ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ സൈസ് കുറയും. അപ്പോൾ അത്തരം കേസുകളിൽ സൈസ് ഭയങ്കര കുറവാണെന്ന് തന്നെ വിചാരിച്ചോളൂ. ടൈറ്റ് ബോണ്ട് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന എനർജി എങ്ങനെയായിരിക്കണം, ഞാൻ കൊടുക്കുന്ന എനർജി ഭയങ്കര കൂടുതലായാലല്ലേ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്കങ്ങ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ ഫ്രീ ആക്കണമെങ്കിൽ അത്രയും എനർജി ഞാൻ കൊടുത്താലല്ലേ ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരണ അനുസരിച്ചിട്ട്, നമ്മുടെ പി ബ്ലോക്കിലേക്ക് വരണ അനുസരിച്ചിട്ട് എന്താ കൂടുതൽ അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടി വരും, കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എസ് ബ്ലോക്കിലാണെങ്കിൽ കുറച്ച് അയണൈസേഷൻ എനർജി മതി. എസ് ബ്ലോക്കിലാണെങ്കിൽ ലോഹങ്ങളുടെ സ്വഭാവമാണ്. പി ബ്ലോക്കിലേക്ക് വരണ അനുസരിച്ചിട്ട് അലോഹങ്ങളായിട്ട് വരികയാണ്. അതേപോലെ തന്നെ എന്താ അയണൈസേഷൻ എനർജി കൂടുതൽ വേണം, കാരണം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. അപ്പോൾ സൈസ് കുറയും. അപ്പോൾ നമ്മൾ കുറേ എനർജി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ഒരു ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് പറഞ്ഞു തന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇനി പി ബ്ലോക്കിനകത്ത് വരുന്ന എന്തായിരിക്കും, കണ്ടോ, കൂടിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ് കൂടിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി. പിന്നെ 3 അവസ്ഥകളിലുമുള്ള മൂലകങ്ങളാണ് നമ്മുടെ പി ബ്ലോക്കിനകത്തുള്ളത് കേട്ടോ. 3 അവസ്ഥകളിലുമുള്ള മൂലകങ്ങളാണ് നമ്മുടെ പി ബ്ലോക്കിനകത്തുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് 17 നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് കേട്ടോ. പി ബ്ലോക്കിനകത്തുള്ള ഗ്രൂപ്പ് 17ലാണ് 3 അവസ്ഥകളിലുമുള്ള മൂലകങ്ങളുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്കറിയാം. ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനും ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, ഗ്യാസ് ആണ്. ബ്രോമിൻ ചോദിക്കുകയാണെങ്കിൽ ബ്രോമിൻ ലിക്വിഡാണ്. ഓക്കെ, അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലുള്ള ഏക അലോഹം ചോദിക്കുകയാണെങ്കിൽ അലോഹമാണ് കേട്ടോ. നമുക്കറിയാലോ ഗ്രൂപ്പ് 17 എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ പി ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ അലോഹങ്ങളാണല്ലോ. അപ്പോൾ ദ്രാവക അവസ്ഥയിലുള്ള ഏക അലോഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, ബ്രോമിൻ ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ അയോഡിൻ ഏത് സ്റ്റേറ്റ് ആണ്, സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് 17 തന്നെ നമുക്ക് 3 അവസ്ഥകളിലുള്ള മൂലകങ്ങളെ കാണാൻ പറ്റും കേട്ടോ. പി ബ്ലോക്ക് ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഏക ലോഹം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം മെർക്കുറി, ജസ്റ്റ് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത് കിട്ടി. അടുത്ത് നോക്കാം ഡി ബ്ലോക്കാണ്. ഡി ബ്ലോക്കിനകത്ത് ഏതാ വരുന്നത്, ഡി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ബാഹ്യധമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലായിരിക്കും ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഓക്കെ,
അപ്പോൾ അത് കിട്ടി, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെ സംക്രമണ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് അല്ലേ, പഠിച്ചു വയ്ക്കുക കേട്ടോ, സംക്രമണ മൂലകങ്ങളാണ്. ഇനി എഫ് ബ്ലോക്ക് ആണെങ്കിൽ ലാന്തനോയിഡുകളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ, ലാന്തനോയിഡുകൾ. അതുപോലെ തന്നെ അന്തസംക്രമണ മൂലകങ്ങളാണ് എഫ് ബ്ലോക്കിലുള്ളത്. അപ്പം ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതയിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാ, നമ്മൾ നേരത്തെ പറഞ്ഞു പി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എസ് സിന്ന് പിയിലേക്ക് പോകണ അനുസരിച്ചിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. കാരണം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇലക്ട്രോണിനെ ഇങ്ങനെ എന്താ പറയുക സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എസ് ബ്ലോക്കിലെ ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇലക്ട്രോണിനെ അങ്ങ് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ, അപ്പോൾ അത് കറക്റ്റാണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു, കറക്റ്റാണ്. 13 മുതൽ 18 വരെയുള്ളത്. അയണീകരണ ഊർജ്ജം കൂടുതൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പി ബ്ലോക്കിലാണെങ്കിൽ അയണൈസേഷൻ എനർജി കൂടുതലാണ്. കാരണം ഭയങ്കര ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, കുറേ എനർജി കൊടുത്താലായിരിക്കും നമുക്ക് ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അയണീകരണ ഊർജ്ജം കൂടുതലാണ്. ലോഹ സ്വഭാവം കൂടുതൽ ആണോ? പി ബ്ലോക്കിനകത്ത് ലോഹ സ്വഭാവമാണോ? അല്ല, അത് തെറ്റാണ്. നമുക്കറിയാം എസ് ബ്ലോക്കിനകത്താണ് ലോഹ സ്വഭാവം കൂടുതൽ. ഇങ്ങോട്ട് വരുന്ന അനുസരിച്ചിട്ട് അലോഹങ്ങളായിട്ട് മാറും. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങൾ പരിശോധിക്കുക. അവയിൽ ഉത്കൃഷ്ടവാതകത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ഉത്കൃഷ്ടവാതകം എന്ന് പറഞ്ഞാൽ എന്താ? നോബിൾ ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയും. അപ്പോൾ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസിൻ്റെ ഇത് ചോദിക്കുകയാണെങ്കിൽ, ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ 18 ആണ്, ഗ്രൂപ്പ് 18 ആണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം പി ബ്ലോക്കിലാണ് വരുന്ന ആൾക്കാരാണ് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. പി ബ്ലോക്കിലത്തെ ആൾക്കാരാണ്. നമ്മൾ പറഞ്ഞില്ലേ ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18, അപ്പോൾ പി ബ്ലോക്കിൽ വരുന്ന ആൾക്കാരാണ്. ഇനി പി ബ്ലോക്കിൽ വരുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെ എഴുതാറ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 12+ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ, 12+ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ആ ബ്ലോക്ക് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. നമുക്കിവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്കൃഷ്ടവാതകത്തെ സൂചിപ്പിക്കുന്ന ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഒരു ഇക്വേഷനാണ് കേട്ടോ. 18 നമുക്ക് എഴുതാമല്ലോ, കാരണം നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 18 ആണ്. പിന്നെ പി ബ്ലോക്കിലാണെന്നുള്ളത് നമുക്കറിയാം, ഈ ഗ്രൂപ്പ് 18. അപ്പോൾ പി ബ്ലോക്കിൽ നമ്മൾ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? 12+ എത്രയോ കൂട്ടുമ്പോഴാണ് ഈ 18 കിട്ടുക എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമ്മുടെ എക്സ് എത്രയായിരിക്കും? 18 - 12 ചെയ്യുമ്പോൾ 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ 6 ആണെന്നുള്ളത് മനസ്സിലായി. ഇനി ഇവിടെ ഞാൻ 4 ഓപ്ഷനിലേക്ക് കയറുകയാണ്. കണ്ടോ, നമ്മുടെ പി ബ്ലോക്കാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇത് രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനി ഇതിനകത്ത് 6 ആണ് വരുന്നത്. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ 1s2 2s2 2p6 ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് ഭയങ്കര വാല്യുബിൾ ആണ്. അതനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടുതൽ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ.